തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനൊരുങ്ങി മുന്നണികൾ. അട്ടിമറി ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ. ഉടൻ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കും. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. പൊതു സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് നീക്കം. അതേസമയം കോർപ്പറേഷൻ പരിധിയിൽ പ്രചാരണം തുടങ്ങാനൊരുങ്ങുകയാണ് BJP. നാളെ മുതൽ തിരുവനന്തപുരം നഗരത്തിൽ വികസിത അനന്തപുരി സന്ദേശയാത്രകൾ ആരംഭിക്കും. സമ്പത്ത് ഉൾപ്പെടെ പ്രമുഖരെ കളത്തിലിറക്കാനാണ് CPM-ന്റെയും ശ്രമം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ കളത്തിലിറക്കുക ഇത് കോൺഗ്രസ് നേരത്തെ തന്നെ ആലോചിച്ചാണെന്നാണ് അറിയുന്നത്. മുതിർന്ന നേതാക്കളെ എന്നുള്ളതാണ് നേരത്തെ അറിഞ്ഞത്. ഇപ്പോൾ ശബരിനാഥിന്റെ പേര് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ട പട്ടികയിൽ ആരൊക്കെ ഉണ്ടാകും? എന്താണ് സൂചനകൾ റോഷിപാൽ? സ്മൃതി, 86 ഡിവിഷനുകൾ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം DCC ഓഫീസിൽ ചേരും. നേരത്തെ 48 ഡിവിഷനുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 101 ഡിവിഷനുകളിൽ 86 കഴിഞ്ഞ് പിന്നീടുള്ള 15 ഡിവിഷനുകളിൽ UDF-ന്റെ മറ്റ് ഘടകകക്ഷികൾ മത്സരിക്കും. ഏതായാലും ഇനിയുള്ള സീറ്റുകളിൽ താല്പര്യമുള്ള ആളുകളെ കൂടി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരില്ലാത്ത വ്യക്തികളെ കൂടി മത്സരിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ രാവിലെ പട്ടിക പ്രഖ്യാപിക്കാനാണ് സാധ്യത. K. മുരളീധരന്റെ നേതൃത്വത്തിലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ശബരിനാഥനെ മുന്നിൽ നിർത്തി തന്നെയാണ് വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത്. ഒരു ത്രികോണ മത്സരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചു. കഴിഞ്ഞ തവണ ഉണ്ടായ തിരിച്ചടി അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പരിഹരിച്ച് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുഴുവൻ സമയം ഏകോപന ചുമതല K. മുരളീധരനെ ഏൽപ്പിച്ചു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്യും. മുഴുവൻ സമയം ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ്. കവടിയാറിൽ ശബരിനാഥൻ മത്സരിക്കുമ്പോൾ മറ്റ് ഓരോ ഡിവിഷനുകളിലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസിന്റെ. മറുഭാഗത്ത് LDF-ഉം സമാനമായി നീക്കം നടത്തുന്നു. നഷ്ടമായ കുന്നുകുഴി, AKG സെന്റർ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ തിരിച്ചു പിടിക്കാൻ IPB ഉൾപ്പെടെയുള്ള CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ രംഗത്തിറങ്ങി. സമ്പത്ത് അടക്കമുള്ള നേതാക്കളെ കളത്തിലിറക്കാനുള്ള ആലോചനയാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. NDA-യും സമാനമായ രീതിയിൽ തന്നെ നഗരസഭയ്ക്കെതിരെയുള്ള കുറ്റവിചാരണ ജാഥ അതും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നാളെ തുടങ്ങുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനികൾ VV രാജേഷ് അടക്കമുള്ള പരിചയസമ്പന്നരായ കൗൺസിലർമാർ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങും. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുക. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്താകാനാണ് സാധ്യത. വാശിയേറിയ ഒരു പോരാട്ടം തന്നെ തലസ്ഥാനത്ത് കാണാം ഇപ്പോൾ.